Hello, welcome to Mystic Love Maya. So, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് ഇസ് ഫോർ തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിന് 2025 എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ആദ്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജസ് എന്ന് നോക്കാം. തിരുവാതിര നക്ഷത്രത്തിന് ആർദ്ര നക്ഷത്രം ആസ് ഇൻ സാൻസ്ക്രിറ്റ്. ഓക്കെ, ഐ എം സീയിങ് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ, സൂപ്പർ മൂൺ. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ്, അതായത് നിങ്ങൾക്ക് കുറച്ച് നാളായിട്ട് നിങ്ങളുടെ ഇമോഷൻസ് അണ്ടർ കൺട്രോൾ അല്ല. ഒരുപാട് ഇമോഷൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം. അതായത് ഒരുപാട് സന്തോഷം, സങ്കടം, ദേഷ്യം, വിഷമം, എന്തൊക്കെ ഇമോഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള എല്ലാ ഇമോഷൻസും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ഇയറാണ്. അതേപോലെ തന്നെ ഈ ഒരു ഇയറിലും നിങ്ങൾക്ക് നല്ല നല്ല ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ എന്നുള്ളത് കാണുന്നു. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് വാട്ട് ഡു യു നീഡ് ടു റിലീസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കളയേണ്ട കാര്യം എന്താണ് എന്നുള്ള ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്നുള്ളത് മൂൺ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയോ കളയേണ്ടതുണ്ട്, എന്തൊക്കെയോ റിലീസ് ചെയ്ത് കളയേണ്ടതുണ്ട്. അത് ചിലപ്പം പലരുടെ അടുത്തുമുള്ള ഗ്രഡ്ജസ് ആയിരിക്കാം. ആരടുത്തെങ്കിലും നിങ്ങൾക്കൊരു വഴക്കുണ്ടായി, അവരുടെ അടുത്തുള്ള വഴക്കിൻ്റെ ദേഷ്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം തെറ്റിദ്ധാരണകൾ, മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. നിങ്ങൾക്ക് ചിലർക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലരുടെ അടുത്ത് ആ ഒരു ക്ഷമ കൊടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളായിരിക്കാം. എന്തൊക്കെയോ ഇമോഷൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ 2024 നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സൈക്കിൾ ആയിരുന്നിരിക്കാം. ആ ഒരു ഇമോഷൻസ് പലതും നിങ്ങളിപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങൾ ഇനി റിലീസ് ചെയ്തുകൂടെ, അതിനെ കളഞ്ഞുകൂടെ, അത് മാറ്റിക്കൂടെ എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഹീലിംഗ്. ഓക്കെ, ഈ ഒരു ഇമോഷൻസ് ഹൈ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കുള്ള ബുദ്ധിമുട്ടുകളിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിതിങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളത് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെത്തഡോളജിക്കൽ വേ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു വൈറ്റ് ലൈറ്റിന് ഉള്ളിലാണ് എന്നുള്ളത് സങ്കല്പിക്കുക. ഈ ഒരു വൈറ്റ് ലൈറ്റ് നിങ്ങളുടെ മുറിവുകളെ ഹീൽ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക, വിഷ്വലൈസ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നതായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുറിവുകൾ ഹീലായി പോകുന്നതായിട്ടും നിങ്ങൾക്കൊരു വിഷ്വലൈസേഷൻ മാക്സിമം എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബോണ്ടിലുള്ള ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സറൗണ്ടഡ് ബൈ എ വൈറ്റ് ലൈറ്റ്, നിങ്ങളുടെ ചുറ്റിലും ഒരു വൈറ്റ് ലൈറ്റ് ഉണ്ട്. ആ ഒരു വൈറ്റ് ലൈറ്റ് നിങ്ങളെ നന്നായിട്ട് ഹീൽ ചെയ്യുന്നു, നിങ്ങളുടെ മുറിവുകളെ ഹീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അത് നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള എക്സാക്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് എക്സാക്ട്ലി ഫോർഗീവ്നെസ്. നിങ്ങൾ ആർക്കൊക്കെയോ ക്ഷമ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമ തിരിച്ച് കിട്ടാനുണ്ട്. സോ അത് ആ പഴയ നടന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ഷമ കൊടുക്കാനോ അല്ലെങ്കിൽ കിട്ടാനോ ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് സമയം ഇനിയും നിങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം ഇനിയും വേസ്റ്റ് ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അത് നിങ്ങൾ ഇനിയും ദേഷ്യത്തിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത പോയ കാര്യങ്ങളും ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അതേപോലെയുള്ള വിഷമങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യും. സോ നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുള്ള ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ ഒന്നുകൂടി ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും വിട്ടുകളയുക മാക്സിമം എന്നുള്ളത് കാണുന്നു. ഓക്കെ, വാട്ട് ഫെയറി മെസ്സേജസ് ഇസ് വെയിറ്റിംഗ് ഫോർ യു. ഐ സീ ന്യൂ ബിഗിനിങ്. പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഐ എം സീയിങ് എ ന്യൂ ബേബി. നിങ്ങളൊരു കുഞ്ഞു കുട്ടീനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബേബീനെ കാണുന്നു. സോ ഈ ഒരു ബേബി അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സിംബോളിക്, ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഇന്നസെൻ്റ് ആയിട്ട് നമ്മൾക്കൊന്നും അറിയില്ല ഈ ഒരു കാര്യത്തിൽ പറ്റിയിട്ട്, അങ്ങനെ അറിയാത്തൊരു കാര്യത്തിൽ നമ്മൾ പോയിട്ട് ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവുക എന്നുള്ളതാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു ബിഗിനിങ്ങിൽ
നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ യൂണിവേഴ്സ് തരും. കാരണം നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരും എന്നുള്ളത് കാണുന്നു. സോ ഫോർ പീപ്പിൾ ഹു ആർ ആസ്കിങ് ഫോർ പ്രഗ്നൻസി, ഒരു പ്രഗ്നൻസി ആൻഡ് ന്യൂ ചൈൽഡ് ബർത്ത്, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് സ്പേസിലേക്ക്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലെവലിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മാറ്റം. ഫെയറി സ്പോട്ടിങ്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണാത്തതൊന്നും ബിലീവ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനും അപ്പുറമുള്ള കാര്യങ്ങളുണ്ട്, റിയാലിറ്റി ഈസ് സംതിങ് ബിയോണ്ട് ദാറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ, അതായത് ചിലപ്പം നിങ്ങൾ മനസ്സിലൊട്ടും വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുള്ളൊരു ഡ്രീം അത് റിയൽ ആവുന്നതായിരിക്കാം. ഓക്കെ, നമ്മളൊരിക്കലും ഇതൊന്നും സത്യമല്ല, ഇതൊന്നും ശരിയല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും അത് റൈറ്റായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ വരിക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവാനും നിങ്ങളുടെ ബിലീഫിൻ്റെ രീതികൾ കുറച്ച് മാറാനും ഉള്ള സാധ്യതകളാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഇൻ ടു നമ്മളുടെ ടാരോ റീഡിങ്സ് പ്രോപ്പർ. സോ ഐ സീ 7 ഓഫ് സോർഡ്സ് എനർജി. നിങ്ങളുടെ ജീവിതത്തിൽ ഐ ആം സീയിങ് കുറേ ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും നിന്നിട്ട് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ആവണമെന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കാം നിങ്ങളെ എന്തൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് ഹേർട്ടായിട്ടുണ്ട്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമയായിരിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്നുള്ള ആക്ഷൻസ് കാരണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വേദന ഒക്കെ ആയിട്ടാണ് നിങ്ങൾ 2025 എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ കാര്യത്തിൽ ഏതൊരു പ്രോസസ്സും വളരെ സ്ലോ പ്രോസസ്സായിട്ടാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നിങ്ങളത് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാനിത് നിർത്തുന്നതാണ് എന്ന് പറയുന്ന ഒരു സമയത്ത് അതിലൊക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ഒരു ചേഞ്ച് നിങ്ങൾ കണ്ടു തുടങ്ങും. അപ്പം നിങ്ങൾ വീണ്ടും ഇതിന് പുറകെ ഓടും ആൻഡ് അതിനകത്ത് കുറച്ച് എന്തൊക്കെയോ കിട്ടും, പക്ഷേ നിങ്ങൾ വീണ്ടും തളരും, വീണ്ടും അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയൊക്കെ തരും. സോ ഇതൊരു ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടും എന്നുള്ളതിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല, അതല്ലാത്ത രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയും നിങ്ങൾ ഇത് വിടും എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് കിട്ടും എന്നുള്ളൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാം. അടുത്തതായിട്ട് ഒരു ട്രാവൽ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു വർക്കൗട്ട് ആവുന്നില്ല, അത് തമ്മിൽ ഡിസ്റ്റൻസ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ഡിസ്റ്റൻസിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഒരിക്കലും വർക്കൗട്ട് ആവില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അത് ഒരു ഡിസ്റ്റൻസിലേക്ക് പോകാൻ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്രാവൽ 6 monthsനുള്ളിൽ വരാനുള്ള സാധ്യതകളും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് എന്തൊക്കെയോ ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് മാരീഡ് കപ്പിളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയോ നിങ്ങൾ രണ്ട് എൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് എന്തായാലും അത് ദൈവം കേൾക്കാതെ പോകുന്നില്ല. 4 വർഷത്തിൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. ഇനി കല്യാണം, മാരേജൊക്കെ നോക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ 4 to 6 monthsനുള്ളിൽ നിങ്ങൾക്ക് അതിനൊരു സക്സസ് സെലിബ്രേഷൻ എന്നുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കാണുന്നു. അതേപോലെ റിലേഷൻഷിപ്പിൽ പലർക്കും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ കഴിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. പകരം നിങ്ങൾക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇനിയും ചാൻസസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു 5 months ടൈം പീരീഡിന് ശേഷം നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് കാണുന്നു. സോ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പ്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്രേക്കപ്പ് നെവർ ഗോയിങ് ടു അനദർ റിലേഷൻഷിപ്പ്. കാരണം നിങ്ങളത് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാതെ വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അത് ചിലപ്പം വീണ്ടും ഒരുപാട് കമ്പാരിസണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനും നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാർട്ട് ബ്രേക്ക് തരാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട്. സോ ഹീൽ കംപ്ലീറ്റ്ലി, എന്നിട്ട് മാത്രം ഒരു ന്യൂ റിലേഷൻഷിപ്പിലേക്ക് പോവുക. ഓക്കെ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയ കിട്ടാനും നിങ്ങൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിത്ത് ഏസ് ഓഫ് സോർഡ്സ് എനർജി. ബിസിനസ് അല്ലെങ്കിൽ ഐഡിയാസ് വെച്ച് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ടൈം പീരീഡാണ്. ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസും ഒക്കെ കൂടുന്ന ഒരു ടൈം പീരീഡാണ്. നിങ്ങൾ കുറച്ച് നാളായിട്ട് ആർട്ടിസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും
ക്രിയേറ്റീവായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കൊരു തോട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ആർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കുകളെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് യൂണിവേഴ്സിൽ നിന്നും കിട്ടാനും അതൊക്കെ സക്സസ് ആയിട്ടുള്ള ഐഡിയാസ് ആവാനും ഉള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കാണുന്നു. 6 മന്ത്സിൽ നിങ്ങൾക്ക് സക്സസ് സെലിബ്രേഷൻ ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സക്സസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവും എന്നുള്ളത് കാണുന്നു. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബാലൻസ് നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് കാണുന്നു. ചില സമയത്ത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി ഇതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടാനും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. സോ അതിനകത്തൊരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ട്രൈ ഔട്ട് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തുക. അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് ഇസ് ഇനഫ്. വേറെ കുറേ സമയം നിങ്ങൾ അതിനകത്ത് 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 10 മിനിറ്റ്സ് ഇസ് ഇനഫ്. അത്ര ഒരു സമയമെങ്കിലും നിങ്ങളുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് കണ്ടെത്തുക. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഒരു ട്രീറ്റ് കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെറിയ ചെറിയ മൈന്യൂട്ട് ടാസ്ക് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കുക. മേ ബി നിങ്ങൾക്കൊരു കോഫി കുടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ബൈ യുവർ സെൽഫ് എ ഗ്രേറ്റ് കോഫി, നല്ല ടേസ്റ്റുള്ളൊരു കോഫി വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലം കാണുന്നതാണ്, ചിലപ്പം ബീച്ച് പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ, അങ്ങനെ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ ഗോ ടു ദ ബീച്ച് ആൻഡ് എൻജോയ് ദ ബീച്ച്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളത് കാണുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഫോർ മെഡിറ്റേഷൻ ആൻഡ് 10 മിനിറ്റ്സ് ഫോർ സെൽഫ് കെയർ ഇൻ ദ സെൻസ് നിങ്ങൾ തന്നെ ഹാപ്പി ആകുന്ന, നിങ്ങളുടെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് കാണുന്നത് 7 of Pentacles എനർജി. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ വന്നിട്ട് ആ ഒരു ഐഡിയനെ മേലെ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങും. പക്ഷേ ദിസ് ഈസ് നിങ്ങളൊരു വിത്ത് എടുത്തിട്ട് അത് വളരാൻ വേണ്ടിയിട്ട് വെച്ചു. അഗെയിൻ അത് വളരുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ മാന്തി പുറത്തെടുത്ത് വീണ്ടും നോക്കി വീണ്ടും നോക്കി വെച്ചാൽ വി ആർ ആക്ച്വലി അതിൻ്റെ ഗ്രോത്തിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. സോ അത് നമ്മൾ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ വാട്ടർ ചെയ്യുക മാത്രം ചെയ്യുക. അതായത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക. വീണ്ടും അത് ഫ്രം ദ ബിഗിനിങ് എടുത്ത് നമ്മൾ വീണ്ടും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ അതിനെ വാട്ടർ ചെയ്യുക, അതിൻ്റെ മേലെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ വീണ്ടും നമ്മൾ ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെടുത്ത ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് പുറകെ തന്നെ പോവുക. അതിനെ വീണ്ടും റീചെക്ക് ചെയ്യേണ്ട എന്നുള്ളത് കാണുന്നു. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഒരു സാധനത്തിനെ നിങ്ങൾ വാട്ടർ ചെയ്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 7 മന്ത്സിൽ നിങ്ങൾക്കൊരു സക്സസ് തരും. നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതിന് നിങ്ങൾ 7 മാസം സമയം കൊടുത്ത് അതിൻ്റെ മേലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 100% റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു സക്സസ് കിട്ടും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഓക്കെ, എനിക്ക് ബേസിക്കലി ഞാൻ എത്രയോ പ്രാവശ്യം ഈ ബുക്ക്സ് ഞാൻ വീണ്ടും കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഐ എം ഷോയിങ് ദിസ് ബുക്ക്, ഈ ഒരു എക്കാഗായി ജേർണി. ഇത് എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്ന ഒരു ബുക്കാണ്. ദിസ് ബുക്ക് ഹാവ് ബോട്ട് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ മൈ ലൈഫ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് ഇതിനകത്ത് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് എഴുതാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ, നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ഫില്ല് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് ഇങ്ങനെയുള്ള ബുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വൃത്തിയേടാക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. സോ ഇങ്ങനെയുള്ള ബുക്ക് വായിക്കുമ്പം ഞാൻ എൻ്റെ സൈഡ് ബൈ വേറൊരു ബുക്ക് വെക്കും. ആ ഒരു ബുക്കിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന പോയിൻറ്റ്സൊക്കെ എഴുതി വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ബുക്ക് ഹാവ് ബോട്ട് എ ലോട്ട് ഓഫ് ചേഞ്ച് ഇൻ മൈ ലൈഫ്. എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചതൊക്കെ ഞാൻ ഈ ഒരു ബുക്ക് വെച്ചിട്ടും. അപ്പോൾ ദർ വാസ് അനദർ ബുക്ക്. ആ ബുക്ക് ഇപ്പം എൻ്റെ സറൗണ്ടിങ്ങിൽ കാണാനില്ല, ഞാൻ കാണിച്ചു തരായിരുന്നു. ഓക്കെ, അത് ഏത് ബുക്കാണെന്നുള്ളത് ഞാൻ ഇവിടെ പിൻ ചെയ്യാം ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഈ ഒരു ബുക്ക് ഹാവ് ബോട്ട് എ ലോട്ട് ഓഫ് ചേഞ്ച് ഇൻ മൈ ലൈഫ്. ദിസ് ജപ്പാനീസ് സീക്രറ്റ് ടു ദ ലോങ് ആൻഡ് ഹാപ്പി ലൈഫാണ് ഈ ഒരു ബുക്ക്. സോ ഇത് നമ്മുടെ ലൈഫിലൊരു സക്സസ് ആവണം, അല്ലെങ്കിൽ ഐ ആം ബേസിക്കലി ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. എൻ്റെ ഫാമിലി ഭയങ്കര ഹൈഫൈ ഫാമിലി കാര്യങ്ങളൊന്നും അല്ല. എൻ്റെ ബോത്ത് പേരൻസ് അവർ രണ്ടുപേരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവരുടെ ഒരു ലെവലിൽ അവരിപ്പോൾ നിൽക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയത്. ആൻഡ് ഐ ഓൾസോ എനിക്കും ഈ പറയുന്ന രീതിയിൽ എക്സ്റ്റേണൽ സപ്പോർട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്കൊരു വിഷൻ ഉണ്ട്. എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് എൻ്റെ പേരൻസ് ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദെയർ ഹാർഡ് വർക്ക്.
സോ അതൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതിനെക്കാട്ടിലും അവരെക്കാട്ടിലും ബെറ്ററായിട്ട് നെക്സ്റ്റ് ജനറേഷനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് ഐ വോണ്ട് ടു ചേഞ്ച് ദാറ്റ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള രീതിയിൽ നിന്നും ഒരു അപ്പർ ലെവലിലേക്ക് ലൈഫ് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു ജേർണിയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു ബുക്കാണ് ഈ ഒരു ബുക്ക്. ഞാനൊന്ന് എന്തെങ്കിലും ആയി എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളൊരു ബുക്കാണ്. സോ ദാറ്റ് ഹാവ് ഹെൽപ്പ് മീ എ ലോട്ട്. യു ക്യാൻ ഞാൻ അതിൻ്റെ ലിങ്കും ഒക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതുതായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ ജേർണലും ഞാൻ ഇതിനകത്ത് ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങണം, ജേർണൽ യൂസ് ചെയ്ത് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജേർണലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, അറ്റ് ദ എൻഡ് ബട്ട് നോട്ട് ദ ലാസ്റ്റ്, ഐ എം സീയിങ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ക്വീൻ ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ ഈ ക്വീൻ ഓഫ് കപ്സ് എനർജി ഈസ് ദ ബേസ് ഓഫ് എവറിത്തിങ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബിസിനസ് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മേലെ എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. നിങ്ങൾ അതിന് മേലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടേക്ക് എത്തും എന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് ഈ ഒരു കാർഡിൽ കാണുന്നത്. ആൻഡ് നിങ്ങൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹീലേഴ്സ് ആയിരുന്നു പാസ്റ്റ് ലൈഫിൽ. നിങ്ങൾക്ക് ഹീലിംഗ് പ്രൊഫഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ബാക്കിയുള്ളവർക്ക് ഭയങ്കര സേഫ് സ്പേസ് ആയിട്ട് തോന്നിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. സോ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് കാർഡ്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് ആൻഡ് നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി, ബാക്കിയുള്ളവരെക്കാട്ടിലും ഈസിലി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു സക്സസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. സോ അതിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നിലോട്ടേക്ക് പോവാം. സോ ഹാപ്പി മാനിഫെസ്റ്റിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, 2025 നിങ്ങൾക്കൊരു ഗ്രേറ്റ് ഇയർ ആവട്ടെ. ഓക്കെ, ബൈ.